ഓരോരുത്തൻ അവനവൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകത്യം യേശുവിന്റെ മേൽ ചുമത്തി നമ്മെ വിടുവിച്ചിരിക്കുന്നു. യഹോവേ, ആഴത്തുനിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കും. സങ്കീർത്തനം 71 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതിനിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവിയിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുക്കുന്നത് നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ വസ്തുത കൊണ്ടും നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നകൊണ്ട് ലജ്ജിച്ചും കൊണ്ട് മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യക്ഷിക്കും. ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് വായിച്ചു കേൾക്കാനുള്ള പഴയ നിയമ വേദഭാഗം യെശയ്യാവ് പ്രവചന പുസ്തകം 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ദ്വീപുകളെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു. എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ഇപ്പോഴോ യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവും ആകുന്നു. നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ യഹോവ, സർവ്വനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ആമേൻ. അടുത്ത് പുതിയ നിയമ വേദഭാഗം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും
ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോക്ഷതമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോക്ഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോക്ഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോക്ഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാകുന്നു. അടുത്തതായി സുവിശേഷ വേദഭാഗം യോഹന്നാൻ 12-ാം അധ്യായം 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും എണീച്ച് നിന്ന് യോഹന്നാൻ 12-ാം അധ്യായം 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടവൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. അതിന് യേശു അവനോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനെ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവൻ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ടു പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇത് ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ആമേൻ. വിശുദ്ധ തിരുവചന വേദഭാവം വായിച്ചു. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ദൈവസന്നിധിയിൽ 5:50 ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു.
അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പന്നപ്പെട്ട് കന്യമറയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിൽ ഇറങ്ങി 3-ാം ദിവസം മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ചെയ്യുന്നവരുടെയും പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധനാട് കൂട്ടമായ സഭയിൽ പാപമോചനത്തിന് പുനരുദ്ധാനം നിത്യജീവനെ വിശ്വസിക്കുന്നു. ആമേൻ. സഭയിരിക്കാം. 281 കീർത്തനം. പുതിയ കീർത്തനം. ദിവസം അല്പനേരത്തെ ചിന്തയ്ക്കായുള്ള തിരുവചന വേദഭാഗം യോഹന്നാൻ 12-ാം അധ്യായം 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. യോഹന്നാൻ 12, 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്ര ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിനോ നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്തു പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനെ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനെ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ടു പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്ര ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുൾ ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. നാം ഈ വായിച്ചു കേട്ട തിരുവചനത്തിൽ ഹോശന്ന ഹോശന്ന എന്ന് ആർത്തുപാടി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന യേശുവിനെ കാണാൻ അന്വേഷിക്കുന്ന യവനന്മാരെക്കുറിച്ചും അവർക്ക് യേശുക്രിസ്തു നൽകിയ മറുപടിയും കാണാം. യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ഞാൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ എൻ്റെ മരണനാഴിക അടുത്തിരിക്കുകയാണെന്ന്. യോഹന്നാൻ 12, 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. യോഹന്നാൻ 12, 24 ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണിയെ നാം എല്ലാവരും കാണുന്നവരാണ്. ഈ ഗോതമ്പിൻ്റെ മണിയെ എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ടു വെച്ചാൽ അതിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ?
ഇല്ല. എന്നാൽ ആ ഗോതമ്പ് മണി നിലത്ത് കുഴിച്ചിട്ടാൽ അതും മുളച്ചു വരും, അത് പ്രയോജനമുള്ളതായിത്തീരും. മത്തായി സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു ഒരുപാട് ഉപമകൾ പറയുന്നതായി സാധിക്കും. അതിൽ തന്നെ മത്തായി 13, 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ കടുകുമണിയുടെ ഉപമയെ ചൊല്ലി പറയുന്നുണ്ട്. കടുകുമണി എല്ലാ വിത്തിനും ചെറുതാണ്, എങ്കിലും അത് വളർന്നു വരുമ്പോൾ ഒരുപാട് പക്ഷികൾക്ക് കൂടുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് തണലേകുവാനുമായുള്ള ഒരു വലിയ വൃക്ഷമായി തീരുന്നു. അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന മെഴുകുതിരിയെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. യോഹന്നാൻ 12:24 യേശു ഗോതമ്പ് മണിയുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. താൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടാൽ മാത്രമേ അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരം ആകുകയുള്ളൂ എന്ന് യേശുവിനറിയാം. യോഹന്നാൻ 12:23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ലഭ്യമായേക്കാവുന്ന നന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് ലഭ്യമാകുവാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. യോഹന്നാൻ 12:26 അധ്യായം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഒരു ദാസന് തൻ്റെ യജമാനൻ പോകുന്നതും വരുന്നതും അറിയാൻ സാധിക്കുന്നു. അതുപോലെ യജമാനനെ ശുശ്രൂഷ ചെയ്ത് അവനെ അനുഗമിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദാസന് ലഭിക്കുന്നത് പോലെ നാം യേശുവിൻ്റെ ശുശ്രൂഷക്കാരനായി അവനെ അനുഗമിക്കണം. നമുക്കുള്ളതെല്ലാം വിട്ടുപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നന്മകൾ ലഭിക്കും. നാം നമ്മുടെ ഇഹലോകത്തിലുള്ള സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കണം. മർക്കോസ് 10:50-52 വരെയുള്ള വാക്യങ്ങളിൽ ഭർത്തിമായി എന്ന കുരുടനായ മനുഷ്യൻ തൻ്റെ പുതപ്പിനെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് പോയപ്പോൾ കാഴ്ച ലഭിച്ചതായി കാണുന്നു. അതുപോലെ നമ്മിലുള്ള ഇഹലോക ചിന്തകളെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ സാധിക്കുമ്പോൾ നമുക്കും പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ സാധിക്കും. രണ്ടാമതായി, വിശ്വാസമുള്ളവരായിരിക്കണം. യോഹന്നാൻ 12:44 യേശു വിളിച്ചു പറഞ്ഞത്: എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു മാർഗമാണ് വിശ്വാസം. വിശ്വാസം എന്നതിനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. എബ്രായർ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ പറ്റിയും വിശ്വസിച്ചവർക്ക് ലഭിച്ചതായ നന്മകളെ കുറിച്ചും പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അവനിൽ ഉറച്ചു നിൽക്കുമ്പോൾ പല തടസ്സങ്ങളും നമ്മുടെ വിശ്വാസത്തെ ചഞ്ചലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവയിലൊന്നും പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് നന്മകൾ ലഭിക്കും. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ വസ്തുവകയെല്ലാം നഷ്ടമായി ദേഹം മുഴുവനും പരുക്കുകൾ വന്നിട്ടും ഇയ്യോബ് ദൈവത്തിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനും അധികം നന്മ ഇയ്യോബിന് ലഭിച്ചതായി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. മത്തായി 17:21 പറയുന്നു: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. കടുകുമണി എന്നത് ഒരു പൂർണ്ണമായ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്നും നന്മകൾ പറിക്കുവാൻ നാം വിശ്വാസമുള്ളവരായിരിക്കണം. യോഹന്നാൻ 12:3 വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കുക. യോഹന്നാൻ 12:35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ വെളിച്ചത്തിൽ നടക്കേണ്ടുന്നതിനെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വെളിച്ചമുള്ളപ്പോൾ ഇരുളിനെ ഭയപ്പെടാതെ നടക്കുവാൻ സാധിക്കും. വെളിച്ചമില്ല എങ്കിൽ നാം ഇരുട്ടിൽ തപ്പി നടക്കും. നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വെളിച്ചമുണ്ടെങ്കിൽ സാധിക്കുന്നു, ഇല്ല എങ്കിൽ വഴിതെറ്റിപ്പോകും. ഇവിടെ നമ്മുടെ പാപം നിറഞ്ഞതായ ജീവിതത്തെ ഇരുളിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചമായ ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ പാപങ്ങൾ തന്നെ നാം ജീവിക്കുന്നു. നമുക്ക് നന്മയിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. ഇരുളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ വെളിച്ചത്തേക്ക് നയിക്കുവാനാണ് യേശു വെളിച്ചമായി ഈ ലോകത്തിൽ വന്നത്. ഇരുളാകുന്ന പാപത്തെ വിട്ടൊഴിഞ്ഞ് വെളിച്ചമാകുന്ന യേശുവിൽ നടക്കുമ്പോൾ നമുക്ക് നന്മകൾ നേടുവാൻ സാധിക്കും. നാലാമത്തേതും അവസാനവുമായി, വചനം കൈക്കൊള്ളുക, അല്ലെങ്കിൽ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ 12:47-48 വാക്യങ്ങളിൽ വചനങ്ങളെ പ്രമാണിക്കാത്തവരെ അന്ത്യനാളിൽ ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. ദൈവം നമുക്ക് മോശെ മുഖാന്തരം 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അവയെ പ്രമാണിച്ച് അതിൻ പ്രകാരം ജീവിക്കേണ്ടതിനാണ് 10 കൽപ്പനകൾക്ക് പുറമെ നാം എങ്ങനെ നടക്കണമെന്ന് ഉള്ള കാര്യങ്ങൾ വചനത്താൽ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ കേട്ടനുസരിച്ചാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. നാം ഇന്ന് ചിന്തിച്ച 4 കാര്യങ്ങൾ: 1. ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം.
2 വിശ്വാസമുള്ളവരായിരിക്കണം. 3 വെളിച്ചത്തിൽ നടക്കുന്നവരാകുക. 4 വചനം പ്രമാണിക്കുന്നവരായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന നന്മകൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. തലകൾ വണങ്ങാം, പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ദൈവം ഈ രാത്രി സമയം അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാ ദൈവമേ, ഇന്ന് വരാൻ കഴിയാത്ത എത്രയോ മക്കളാണ് കർത്താവെ ഭവനങ്ങളിലായിരിക്കുന്നത്. അവരെല്ലാം അടുത്ത ആഴ്ച നാളത്തെ ആരാധനയിൽ കൂട്ടുവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പ, ഇന്ന് യുവജന സംഘടനയുടെ ഭാഗമായി നടത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാ യേശുപ്പ, ഒരാഴ്ച 42 ദിവസമായി നടക്കുന്ന നോമ്പുകാല ആരാധനയിൽ കർത്താവെ, ഇന്ന് യുവജന സംഘടനയുടെ ഭാഗമായി നടത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാ ദൈവമേ, യുവജന സംഘടനയെ അങ്ങ് അനുഗ്രഹിക്കുമെന്ന് കർത്താവെ. ദൈവമേ, ഓരോ യുവാക്കളെയും അങ്ങ് അപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു കർത്താവെ. യേശുപ്പ, എത്രയോ മക്കളാണ് കർത്താവെ പല പല രോഗങ്ങളാലും ഭാരങ്ങളാലും ദൈവമേ പല പല ഇടങ്ങളിലായിരിക്കുന്നത് കർത്താവെ. യേശുപ്പ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അതാ സ്തുതിക്കുന്നു കർത്താവെ. യേശുപ്പ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ദേശവാസികളെ അങ്ങ് കാത്തുകൊള്ളുന്നു കർത്താവെ. യേശുപ്പ, ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും ഭാരപ്പെടുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. യേശുപ്പ, എത്രയോ മക്കളാണ് കർത്താവെ കടഭാരങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും ഓരോ സ്ഥലങ്ങളിലായിരിക്കും കർത്താവെ. യേശുപ്പ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അതാ ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. ദൈവമേ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. യേശുപ്പ, സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. യേശുപ്പ, അപ്പാ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാ ദൈവമേ, ഞങ്ങളുടെ സഭയിലെ സൺഡേ സ്കൂൾ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവെ. യേശുപ്പ, അവരെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. പഠിക്കേണ്ട ബുദ്ധിശക്തിയും കൊടുക്കണം കർത്താവ്. ബാലാരിഷ്ടയിൽ നിന്നൊക്കെ വിടുവിക്കാനുള്ള കഴിവുബലം കൊടുക്കണമേ കർത്താവ്. എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. യേശുപ്പ, സഭാ കമ്മിറ്റി അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. സഭാ കമ്മിറ്റിയിലുള്ള ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, അവരുടെയും കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, ഞങ്ങളുടെ സഭാ ശുശ്രൂഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ, അച്ഛൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും കർത്താവ് അങ്ങ് ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ തന്നെ കൊച്ചമ്മേനെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, കൊച്ചമ്മേനെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവ്. കൊച്ചമ്മ ചെയ്യുന്ന ജോലിയിലെല്ലാം അപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. ദൈവമേ, അങ്ങ് അനുഗ്രഹിക്കണം കർത്താവ്. ദാനമായി കൊടുത്തിരിക്കുന്ന മകളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, അവർക്കും ചൈതന്യക്കും പഠിക്കേണ്ട ബുദ്ധിശക്തിയും കൊടുക്കണം കർത്താവ്. യേശുപ്പ, ബാലാരിഷ്ടയിൽ നിന്ന് വിടുവിക്കണം കർത്താവ്. യേശുപ്പ, അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. ദൈവമേ, എത്രയോ മക്കൾ കർത്താവ് ഇന്ന് ആലയത്തിൽ വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നു കർത്താവ്. യേശുപ്പ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, നാളത്തെ ആരാധനയിൽ കൂട്ടുവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ, ഒരാപത്തോ അനത്തൊന്നും വരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ്. ദേശവാസികളെ അങ്ങ് കാത്തുകൊള്ളണം കർത്താവ്. എത്രയോ മക്കളാണ് കർത്താവ് പല പല രോഗങ്ങളാലും ക്യാൻസറുകളാലും ഭാരപ്പെടുന്നു കർത്താവ്. യേശുപ്പ, എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതാ അപ്പ, അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. അപ്പ, അങ്ങ് എല്ലാവരും അങ്ങ് തൊട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ മക്കൾക്കും അങ്ങ് വിടുതലും സൗഖ്യവും അങ്ങ് കൊടുക്കണമേ കർത്താവ്. യേശുപ്പ, ഒരാപത്തൊന്നും വരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ, പല പല ജോലികളായി പോകുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, എല്ലാവർക്കും ശരീരസുഖവും ബലവും കൊടുത്തതിനായിട്ട് സ്തോത്രം കർത്താവ്. യേശുപ്പ, എത്രയോ മക്കൾ കർത്താവെ ഭവനം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, എല്ലാവർക്കും കർത്താവെ അങ്ങ് പൈസ കൊടുത്തങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ, എത്രയോ മക്കൾ കർത്താവെ കടഭാരങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും കർത്താവെ അപ്പൻ്റെ സന്നിധിയിൽ വന്ന് യാചിക്കുന്നു കർത്താവ്. യേശുപ്പ, എത്രയും വേഗം അവരുടെ കടഭാരങ്ങളെല്ലാം മാറ്റിക്കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. യേശുപ്പ, അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം കർത്താവ്. യേശുപ്പ, വണ്ടിയിൽ പോകുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ, ഒരാപത്തും അനത്തൊന്നും വരുവാനിട വരുത്തല്ല കർത്താവ്.
അപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുപ്പ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുപ്പ ജോലികൾക്ക് വേണ്ടി കർത്താവെ കാത്തിരിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നു കർത്താവ്. യേശുപ്പ എത്രയും വേഗം അവർക്കും ജോലി അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പ ഈ നോമ്പ് കാലം ആചരിക്കുമ്പോൾ കർത്താവ് യേശുപ്പ എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുപ്പ എല്ലാ മക്കളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നതാ. യേശുപ്പ എത്രയോ മക്കൾ കർത്താവെ പല പല ഇടങ്ങളിൽ ആളുകളില്ല, പേരുകളില്ലാതെ കർത്താവെ ഒറ്റയ്ക്ക് താമസിക്കുന്നു കർത്താവെ. യേശുപ്പ അവരെല്ലാം അങ്ങ് അപ്പൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരാപത്തും അനത്തും ഒന്നും വരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോപ്പ ഇന്ന് ദൈവമേ ഈ ദൈവസന്നിധിയിലായിരിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ പ്രാർത്ഥിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാ ദൈവം ഒരാപത്തും അനത്തും ഒന്ന് വരുവാനിട വരുത്തല്ലേ കർത്താവ്. യേശോപ്പ എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം കർത്താവ്. യേശോപ്പ പല പല ഇടങ്ങളിലായി ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവ്. യേശോപ്പ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. യേശോപ്പ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. യേശോപ്പ നാളത്തെ ആരാധനയിലും അപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവ്. മാനവമഹത്വം അങ്ങ് എടുക്കണം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തന്നെ പിതാവേ, ആമേൻ. ഈ സമയം 620 കീർത്തനം ആലപിക്കാം. പുതിയ കീർത്തന പുസ്തകം 484. 620 പുതിയ കീർത്തന പുസ്തകം 484. സ്തോത്ര കാഴ്ച ദൈവസന്നിധി സമർപ്പിക്കാം. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദീപലോകമോത്തരികിൽ ലോകവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന പരശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പരശോധന മമ ജീവിത പാതയതിൽ. മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. വിശുദ്ധ ആഴ്ചത്തേക്കുള്ള പ്രാർത്ഥനമാല പാട്ടുപുസ്തകത്തിന് ഏറ്റവും പുറകിൽ ഭാഗം കാണുന്ന പുതിയ പാട്ടുപുസ്തകം 445, പഴയ പാട്ടുപുസ്തകം 481, ചെറിയ പാട്ടുപുസ്തകം 325. പുതിയ പാട്ടുപുസ്തകം 445, പഴയ പാട്ടുപുസ്തകം 481, ചെറിയ പാട്ടുപുസ്തകം 325. പുറത്തുള്ള വിശുദ്ധ ആഴ്ചത്തേക്കുള്ള പ്രാർത്ഥനാമാല. കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ക്രിസ്തുവേ കൃപയായി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തെ വീണ്ടെടുത്തവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധ തൃത്വമേ, ഏക ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ കഷ്ടപ്പാട് മരണത്താലും യൂദയുടെ വഞ്ചനയാൽ അങ്ങ് അനുഭവിച്ച ഹിംസയാലും പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ മുഖാന്തരം അവിടുന്ന് അനുഭവിച്ച വേദനയാലും അവിടുത്തെ രക്തസ്രീതത്താലും ക്രൂശിലെ മരണവേദനയാലും അവിടുന്ന് ധരിച്ച ചുവന്ന മേലങ്കി, മുൾക്കിരീടം എന്നിവയാലും കോൽ കൊണ്ടും ചാട്ടമാറുകൊണ്ടും ഏറ്റ രൂക്ഷമായ പ്രഹരത്താലും അങ്ങ് ക്രൂശ് ചുമന്ന പാതയാലും അങ്ങയിൽ തുളച്ച് കയറ്റിയ ആണികളാലും അവിടുന്ന് സഹിച്ച ദാഹത്താലും അവിടെ ചൊരിയപ്പെട്ട അവിടുത്തെ വിശുദ്ധ രക്തത്താലും അവിടുത്തെ ആത്മാവിൻ്റെ തീവ്ര വേദനയാലും ഛേദിക്കപ്പെട്ട മുന്തിരിയാലും മർദ്ദിക്കപ്പെട്ട മുന്തിരിച്ചക്കിനാലും അവിടുത്തെ മരണവിളിയാലും അവിടുത്തെ മരണത്തിലെ വിജയത്താലും മരിക്കുന്ന രക്ഷിതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും മനസ്സിൻ്റെ ശൈത്യത്തിൽ നിന്നും പാപത്തിൻ്റെ വഴിയിൽ കൂടെ കടന്ന് അവിടുത്തെ രക്തത്തിന്മേൽ ചവിട്ടുന്നതിൽ നിന്നും വീണ്ടും അവിടുത്തെ മേൽ ആണി അറയുന്നതിൽ നിന്നും വീണ്ടും അങ്ങേ ക്രൂശിക്കുന്നതിൽ നിന്നും അവിടുത്തെ വലിയ കഷ്ടപ്പാടുകളെ മറന്നു കളയുന്നതിൽ നിന്നും അങ്ങേ കൂടാതെയുള്ള ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും അത്യാഗ്രഹം, ദുർമോഹം എന്നിവയിൽ നിന്നും കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിൽ നിന്നും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ കെണിയിൽ നിന്നും അജ്ഞതയുള്ള കുഴപ്പങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയ കലുഷിതമായ ഹൃദയത്തിൽ നിന്നും അന്ത്യപാപമായ അവിശ്വാസത്തിൽ നിന്നും സ്നേഹനിധിയായ രക്ഷക ഞങ്ങളെ വിടുവിക്കണമേ. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സിംഹാസനങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും രാജാവേ, കെരൂബുകളുടെയും സാറാഫുകളുടെയും ദൂതന്മാരുടെയും പ്രധാന ദൂതന്മാരുടെയും നാഥ, സമാധാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും പ്രഭുവേ, ഇക്കാലത്ത് ഭയത്തിൽ കഴിച്ചുകൂടുന്നവരുടെ ഭാരം നീക്കുന്നതിനായും ശാരീരിക രോഗികളുടെ വേദന നീക്കുന്നതിനായും മാനസിക രോഗികളുടെ വിഷാദം നീക്കുന്നതിനായും ആത്മീക രോഗികൾക്ക് പാപമോചനം കൊടുക്കുന്നതിനായും
ആശ്വസിപ്പിപ്പാൻ ആരുമില്ലാതെ കരഞ്ഞ് വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനായും നുറുങ്ങിയ ഓരോ ഹൃദയത്തിലും ഉള്ള അവിടുത്തെ വാസത്തിനായും അങ്ങേ അറിയാത്ത ഓരോ ആത്മാവിന് വേണ്ടിയും ഭൂമിയിൽ അവിടുത്തെ വഴി അറിയുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ലോകത്തിലായിടത്തുമുള്ള അവിടുത്തെ എല്ലാ സഭകൾക്ക് വേണ്ടിയും മരിച്ചുയർത്തെഴുന്നേറ്റ രക്ഷകൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. പ്രാർത്ഥന തുടരാം. നിത്യദൈവമേ സ്വർഗീയ കർത്താവേ, വിശുദ്ധ ചൊവ്വാഴ്ചയുടെ രാത്രി പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ വിശുദ്ധ ദിനം വചനത്തിൽ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നേ ദിവസം പ്രഭാതം ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ ഹൃദയം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവ ഇഷ്ടപ്രകാരം നിക്ഷേപങ്ങളെ സ്വരൂപിച്ചും ദൈവ ഇഷ്ടപ്രകാരം ഇഹലോകുലത്തെ ജീവിതത്തെ ക്രമപ്പെടുത്തിയും കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ വചനത്തിൽ കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങളുടെ നാഥനെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഇന്നെൻ്റെ പകലിനായി നന്ദിയും സ്തുതിയും കരയറ്റുന്നു. പ്രഭാതം മുതൽ ഈ സമയം വരെയും അവിടുത്തെ ചിറകിൽ ഞങ്ങളെ സംരക്ഷിച്ച നാഥ, അവിടുത്തെ ഉള്ളം കരങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സുരക്ഷിതമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ കരുതുവാൻ, ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അവിടുന്ന് ഞങ്ങളിൽ മനസ്സായതിനായി സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഗോതമ്പ് മണികളെപ്പോലെ നിലത്ത് വീഴുമ്പോൾ ആ നിലത്ത് വീഴപ്പെടുന്ന മണികൾ സത്വം ഫലം കായ്ക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മുളച്ചു വരുന്നൊരനുഭവം ഞങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ചെടുക്കണം എന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ആയതിൻ പ്രകാരം ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന, അവിടുത്തെ സന്നദ്ധയിൽ ഫലം കായ്ക്കുന്ന, അവിടുന്ന് അന്വേഷിക്കുമ്പോൾ ഫലം പുറപ്പെട്ടു വയ്ക്കുന്ന അവിടുത്തെ ജനതയായി തീരുവാൻ കൃപയേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഫലങ്ങളില്ലാതെ തഴച്ചു വളരുന്ന അനുഭവത്തിലാണ്. അത്തിവൃക്ഷത്തെ പോലെ മറ്റുള്ളവരെ കബളിപ്പിച്ചും കപട സ്വഭാവത്തിൻ്റെയും അനുഭവത്തിൽ ഞങ്ങളാണ് കർത്താവേ. ഒക്കെയും അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശാപഗ്രസ്തമായ അനുഭവങ്ങളിൽ വഴുതി വീഴാതെ ദൈവീകമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവിധം വചനത്തിൽ ഫലം കായ്ക്കുവാൻ കൃപയേകണമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. പിതാവായ ദൈവമേ, ഒരു പെസഹയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ പെസഹ ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം കൊണ്ടും ഞങ്ങളുടെ ഹൃദയം കൊണ്ടും ഞങ്ങളുടെ ചിന്തകൾ കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ചെയ്ത എല്ലാ പാപങ്ങളെയും പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ശുദ്ധ ഹൃദയത്തോടുകൂടെ തന്നെ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ടും ആ പെസഹ ആചരണത്തിലേക്ക് കടന്നു വരുവാൻ തക്കത് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം, ഏറ്റുപറയുന്ന പാപങ്ങൾക്ക് മോചനം അവിടുത്തെ സാക്രമെൻറ്റിൽ കൂടി ഞങ്ങൾക്ക് ലഭ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കർത്താവെ, സാക്രമെൻറ്റ് സ്വീകരിച്ചും പാപങ്ങൾ മോചിക്കപ്പെട്ടും ഒരു വിശുദ്ധ ചിന്തകളോടും വിശുദ്ധ സ്വഭാവങ്ങളോടും പുതിയൊരു ജീവിതാനുഭവത്തിലേക്ക് കടക്കുവാൻ തക്കവിധം വരും നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ യുവജന സംഘടനയും പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തുതി. ദൈവകൃപ ഇനിയും പ്രിയ മക്കളുടെ മേൽ പകരുമാറാകണമേ. അർപ്പിച്ച് കാണിക്ക് അവിടുന്ന് സ്വീകരിച്ചതിനായി സ്തോത്രം. ഇന്ന ദിവസം നേർച്ചയായി കഞ്ഞി സമർപ്പിച്ചിരുന്ന ശ്രീ അജികുമാറിനും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ച വഴിപാട് ആ നേർച്ച അവിടുന്ന് കണ്ടുവല്ലോ, അത് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ സമർപ്പിക്കുവാൻ നല്ല മനസ്സ് അവിടെ നൽകിയല്ലോ, സമൃദ്ധമായി ജീവിതം കൊടുക്കുമാറാകണമേ. ആ നേർച്ച കഞ്ഞി സ്വീകരിച്ച സന്തോഷത്തോടുകൂടി അത് ഭക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി തന്നെ ആയിരിക്കാൻ കൃപയേക്കണമേ. ഇന്ന് രാത്രി സുഖമായി ഉറങ്ങുവാൻ അനുവദിക്കണമേ. നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകണമേ. വാചനയുടെ പ്രഭാതവും ധ്യാനത്തിൻ്റെ പ്രഭാതവും പകലും ഒക്കെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ അവിടെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണമേ, വാക്കുകളെ നിയന്ത്രിക്കണമേ, ചിന്തകളെ നിയന്ത്രിക്കണമേ, പാപത്തിൽ വഴുതാതെ ദൂതന്മാരുടെ കാവൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപേ നടക്കുന്ന ക്രിസ്തുവിൻ്റെ പാത്തടികൾ പിന്നിട്ട് നടക്കുവാൻ തകവിധം ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. ഇതിലേക്ക് ആവശ്യമായ ആത്മീക ഫലം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും ക്ഷമിക്കുമാറാക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആഹാരം തരണമേ. ഞങ്ങളുടെ പാപാടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയെ കടക്കാതെ സന്തോഷത്തിനോടിരിക്കണമേ. രാജ്യശക്തി മഹത്വം എന്നേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടും ജീവിതത്തോടും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വീകരിക്കാം. വിശുദ്ധ ചൊവ്വാഴ്ച ആരാധന പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമം നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്നേ ദിവസം ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ജനസംഘടനയോടും അതിലെല്ലാ പ്രവർത്തകരോടും നന്ദി സ്നേഹവും ഈ സമയം അറിയിക്കേണ്ടത്. നാളെ വിശുദ്ധ ബുധനാഴ്ച ആരാധന